അയ്യോ, അതോ കനസാർ പോയി. അദ്ദേഹം വലിയ അപകടകാരി ആവുന്നതിന് മുമ്പ് അദ്ദേഹത്തെ നമുക്ക് പിടികൂടണം, എന്നിട്ട് ഗുളിക കഴിപ്പിക്കണം. കർത്ത, എല്ലാവരുടെ സുഹൃത്ത്, നിങ്ങളുടെ സുഹൃത്താണ്. എന്നെ ഇങ്ങനെ പല കളറിലുള്ള ഗുളിക കഴിപ്പിക്കല്ലേ. ഇവിടെ ഒരു കണ്ടാൽ ചുണ്ടലിയുടെ പല്ലുള്ള മുയലെ എന്റെ കാലിയായ തലച്ചോറിൽ ഐഡിയ കൊണ്ടുള്ള ടെന്നീസ് കളിക്കുന്നത് നിർത്തൂ. എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്കൂ. ഇതൊന്നും നിനക്കുള്ള ഗുളികയല്ല. ഇതിലെ ഒരു ഗുളിക നമ്മുടെ കന്നാസാറിനുള്ളതാണ്. അദ്ദേഹം ഫോൺ ചെയ്തിരുന്നു. അദ്ദേഹത്തിന് തലവേദനയാണെന്ന്. ഹോ, അർത്ഥമില്ലാത്ത കവിതകൾ പറഞ്ഞ് മറ്റുള്ളവർക്ക് തലവേദന ഉണ്ടാക്കി വെക്കുന്ന കന്നാസാറിന് എങ്ങനെയാണ് തലവേദന ഉണ്ടാകുന്നത്? എന്തുകൊണ്ടുണ്ടാവില്ല? മനുഷ്യന് ശരീരമെന്ന ഒന്നുണ്ടെങ്കിൽ തീർച്ചയായും തലയും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ തലയുണ്ടെങ്കിൽ ഉറപ്പായും തലവേദനയും ഉണ്ടാകും. ഈ രണ്ടാമത്തെ ബോട്ടിൽ ആർക്ക് വേണ്ടിയുള്ളതാണ്? അത് നിനക്ക് വേണ്ടിയാണ്. എനിക്കിപ്പോൾ മറ്റുള്ള രോഗികളെ നോക്കാൻ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് നീ ഓറഞ്ച് കളറുള്ള ബോട്ടിൽ കന്നാസാറിന് കൊടുത്താൽ മതി. ഒന്നോർക്കണം, ഈ പച്ച നിറമുള്ള ബോട്ടിലിൽ നിനക്കുള്ള സ്പെഷ്യൽ ഗുളികയാണ്. അത് മാറ്റിവെച്ചാൽ മതി. ഓറഞ്ച് കന്നാസാറിനുള്ളതാണ്. പച്ചക്കറുത്തയ്ക്ക് വേണ്ടി ഓറഞ്ച്, കന്നാസാറിന് വേണ്ടി പച്ചക്കറുത്ത. എന്നാൽ ഞാൻ പോയിട്ട് വരാം. ഗുളികയുടെ കാര്യം ഒരു കാരണവശാലും മറക്കരുത്. ഔ, എന്തായാലും ഓർത്തു വയ്ക്കാമല്ലോ. ഓറഞ്ച് കർത്തയുടേതാണ്, ഗ്രീൻ കന്നാസാറിൻ്റെതാണ്. കർത്ത എല്ലാവരുടെയും സുഹൃത്താ. ഇപ്പൊ തന്നെ കൊടുത്തേക്കാം. കർത്ത ഞങ്ങളുടെ സുഹൃത്താ. എന്താ കർത്ത, നിനക്ക് സുഖമല്ലേ? ഔ, നിങ്ങൾ വേഗം എത്തിയല്ലോ. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. പഴക്കമുള്ള ചെരുപ്പ് കമ്പനിയാണ് ഹവായി. കർത്താവ് വേഗം പറ, നമ്മുടെ ബാൽ ഡോക്ടർ എവിടെ പോയി? ഔ, അദ്ദേഹം ബാക്കിയുള്ള രോഗികളെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. എന്റെ അടുത്ത് മരുന്ന് തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റേ. എന്നാൽ പിന്നെ ഞാൻ പോവുകയാണ്. ഗുളികയുടെ കാര്യം മറക്കരുത്. ആ, എനിക്ക് ഓർമ്മ വന്നു. ഓറഞ്ച് കന്നാസാറിൻ്റെതാണ്, പച്ച കർത്തയുടേതാണ്. സർട്ടിഫിക്കറ്റുകളിൽ എപ്പോഴും കാണും ഒരു സീൽ. ഗുളിക കഴിച്ചപ്പോൾ എനിക്ക് കിട്ടി ബെറ്റർ ഫീൽ. അടികൈ അടിച്ചു പൊളിച്ചു തിമിർത്തു. ഡോക്ടർ ബാലുവിന്റെ ഗുളിക കഴിച്ചപ്പോഴേക്കും ഖന്നാസാർ ആകെപ്പാടെ അങ്ങ് മാറിപ്പോയല്ലോ. എന്നാലും ഖന്നാസാറേ, സാറ് വീട്ടിൽ പോയിട്ട് നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം കേട്ടോ. സംശയമുണ്ടോ? പോപ്പട്ട് പറഞ്ഞത് ശരിയാണ്. കർത്ത, ഞങ്ങൾ ഇറങ്ങുകയാണ്. ഡോക്ടർ ബാലു വന്നാൽ ഞങ്ങൾ താങ്ക്സ് പറഞ്ഞേക്കണം. ഔ, പറഞ്ഞേക്കാം. നാളെ കാണുമ്പോ ഉറപ്പായിട്ടും പറഞ്ഞേക്കാം. അയ്യോ, നിങ്ങൾക്കെന്താ ഈ പറ്റിയേ? ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഇവിടെ ഒരു കാര്യം പറയട്ടെ. കന്നാസാർ അബദ്ധത്തിൽ കഴിച്ചത് തെറ്റായ ഗുളികയാണ്. കർത്തയ്ക്ക് ഞാൻ കൊടുത്ത ഗുളിക കന്നാസാറിന് കൊടുത്തു. അതുകൊണ്ടാണ് കന്നാസാറ് പല പല മൃഗങ്ങളെ പോലെ മാറിക്കൊണ്ടിരിക്കുന്നത്. അത് കൊള്ളാലോ. കന്നാസാറിന്റെ ഇപ്പൊ കുരങ്ങനാവാൻ പറ്റുമോ? പിന്നെ വേറെ ഏതൊക്കെ മൃഗങ്ങളാവാൻ പറ്റും? ഏത് മൃഗം വേണമെങ്കിലും ആകാൻ പറ്റും. കരടിയാകാൻ പറ്റും, പാമ്പാകാൻ പറ്റും, പൂച്ചയാകാൻ പറ്റും. മനുഷ്യൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവന് ഏത് മൃഗമാകാനും പറ്റും. അതിന് അദ്ദേഹത്തെ ഒരു ഫോട്ടോ കാണിച്ചാൽ മാത്രം മതി. അയ്യോ, ഖന്നാസാർ ശരിക്കും കുരങ്ങനെ പോലെ ആയല്ലോ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ഡോക്ടർ ബാലു? അതിനിതാ ഈ ഗുളിക കൊടുത്താൽ മതി. കന്നാസാറേ, ദേ ഈ ഗുളിക കഴിക്കേ. എടാ കഴുതേ, നീ എന്തിനാ ഗുളിക എടുത്ത് എറിഞ്ഞേ? പോപ്പട്ട് പറഞ്ഞു എന്ന് ആ ഗുളിക വായിലിട്ട് കൊടുത്തേനെ. കുരങ്ങന്മാർക്ക് എന്ത് കൊടുത്താലും അവരത് ക്യാച്ച് പിടിച്ച് കഴിക്കാറുണ്ടല്ലോ. ഞാൻ വിചാരിച്ചത് നിനക്കത് നേരത്തെ മനസ്സിലായി കാണുന്ന. കാരണം നിന്റെ മുഖം ഏകദേശം കുരങ്ങന്മാരെ പോലെ തന്നെയല്ലേ. കന്നാസാറേ, മിഠായി വേണോ? മിഠായി.
അതെ സാറേ, ക്ഷമിക്കണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ കുരങ്ങനെ ഇന്ന് സർക്കസിൽ വരാൻ പറ്റില്ല. കാരണം അവനിപ്പോ അടുത്ത സ്റ്റേഷനിലെ ലോക്കപ്പിലാ. അവൻ ആരുടെയോ മാല മോഷ്ടിച്ചതുകൊണ്ട് അവനെ ഇതുവരെ വിട്ടിട്ടില്ല. എടാ എന്നാ പിന്നെ നീ വേറെ ഏതെങ്കിലും കുരകരെ കൊണ്ട് വന്നേ. മുതലാളി പറഞ്ഞ ഈ ഐഡിയ എന്റെ ഈ തലയ്ക്കകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഈ സമയത്ത് ഇനി എവിടെ നിന്ന് കിട്ടാനാ വേറൊരു കുരങ്ങനെ? ഓ, ഓ, ഓ. ഹേയ്, മുതലാളി അങ്ങോട്ട് നോക്ക്, വേറെ കുരങ്ങനെ കിട്ടിപ്പോയി. ഓ, എന്റെ കൂട്ടുകാരെ, എനിക്ക് തോന്നുന്നത് കന്നാ സാറിനെ ശരിക്കും കുരങ്ങനാക്കാനാണ് വേറെ പരിപാടി. നമുക്ക് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്ത് കന്നാ സാറിനെ രക്ഷിച്ചേ മതിയാകൂ. പക്ഷെ നമ്മളെങ്ങനെ രക്ഷിക്കുക? ഇതിപ്പോ ശരിയാക്കി തരാം. കുരങ്ങൻ ഇപ്പൊ നാട്ടിലായാലും സർക്കസിലായാലും ഒരുപോലെ തന്നെയാണ്. അതിനെ എപ്പോഴും ആകർഷിക്കുന്നത് നല്ല മധുരമുള്ള പഴമാണ്. സംശയമുണ്ടോ? നീ എന്തായാലും ആള് കൊള്ളാലോ പോപ്പട്ടെ. നീ ഇപ്പൊ കന്നാ സാറിനെ പോലെയാണല്ലോ കവിത പറയുന്നത്. നീ എന്താ മനുഷ്യർ കഴിക്കുന്ന ഗുളി എന്തെങ്കിലും കഴിച്ചായിരുന്നോ? അതെ, ഖന്നാ സാറിനെ വേഗം ഗുളിക കഴിപ്പിക്ക്. ഇനിയിപ്പൊ ഖന്നാ സാർ വേഗം റെഡി ആയില്ലെങ്കിലേ നമ്മളും ഖന്നാ സാറിനെ പോലെ ആയി പോവും. അയ്യോ, അതോ കന്നാ സാർ പോയി. അദ്ദേഹം വലിയ അപകടകാരി ആവുന്നതിന് മുമ്പ് അദ്ദേഹത്തെ നമുക്ക് പിടികൂടണം. എന്നിട്ട് ഗുളിക കഴിപ്പിക്കണം. പോയില്ലായിരുന്നല്ലോ. അയ്യോ, ഈ കന്നാ സാർ എന്തെങ്കിലും വൈബ്രേറ്റ് ചെയ്യുന്നത്? എടാ, അദ്ദേഹം വൈബ്രേറ്റ് ചെയ്യുന്നതല്ല, സോർദാറിനെ പോലെ ഒരു രോഗിയായി മാറിയിരിക്കുക. സംശയമുണ്ടോ? എടാ, അദ്ദേഹം നമ്മളെ കടിക്കുന്നതിന് മുമ്പ് ഡോക്ടർ പാല് തന്ന ഗുളിയ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും കൊടുക്കാം. കളന്മാരെ ഒളിമ്പിച്ചിലേക്ക് അയക്കുന്നതായിരിക്കും നല്ലത്. എന്റെ കൂട്ടുകാരെ, വേഗം കന്നാ സാറിനെ പിടിക്കുക. അദ്ദേഹത്തെ മാത്രമല്ല, ആ കള്ളന്മാരെ പിടിക്കണം. സംശയമുണ്ടോ? യോ, യോ. കന്നാ സാർ, അവനെ വിട്ടേക്ക്. എനിക്ക് അവനെ അകത്താക്കണം.
ഈ കള്ളനെ പിടിക്കാൻ സഹായിച്ചതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനമുണ്ടാകും. എടാ സോർദാറെ, ഇദ്ദേഹം വേറൊരു മൃഗമാവുന്നതിന് മുമ്പ് ആ ഗുളിക വേഗം കഴിപ്പിക്കേ. പിള്ളേരെ ട്രെയിനിൽ സ്ഥിരം കേൾക്കാറുണ്ട് ചായ് ചായ്. കസർത്ത് കാണിച്ച് കാണിച്ച് എന്റെ പുറമാകെ പള്ളിപ്പുറമായി. എന്റെ അമ്മേ അടികൈ. അടിപൊളി. കന്നാസർ ഇപ്പോൾ പഴയതുപോലെ ആയല്ലോ. ബിവറേജിൽ കാണാറുണ്ട് നല്ല ക്യൂ. എന്നെ ശരിയാക്കി തന്നതിന് താങ്ക് യു. താങ്ക് യു എന്നോടല്ല, ദേ ഇവരോട് പറഞ്ഞാൽ മതി. ശരിക്കും ഇവർ തന്റെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ താൻ എന്തൊക്കെ കാണിക്കുമെന്ന് തനിക്ക് പോലും അറിയില്ലായിരുന്നു. എന്തായാലും ആനയാവാതിരുന്നത് നന്നായി, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ പോയി എങ്ങനെ കയറാനാ? എടാ, അദ്ദേഹം മനസ്സുകൊണ്ടാ മൃഗമായിട്ട് മാറിയത്, അല്ലാതെ സൈസ് കൊണ്ടല്ല. നിന്നോട് ഇതൊക്കെ വിശദീകരിച്ച് വെറുതെ തല പോയിക്കാന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. കാരണം നിന്റെ ബുദ്ധി ഇരിക്കുന്നത് മൊത്തം ചെവിയിലാണല്ലോ. അപ്പൊ പിന്നെ നിനക്ക് ബുദ്ധി ഒരു തരി പോലും ഉണ്ടാവില്ലല്ലോടാ പോപ്പട്ടെ. എന്താന്ന് വെച്ചാ നിനക്ക് ചെവിയേ ഇല്ലല്ലോ.